സുഹൃത്തുക്കളെ, കാത്വേയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം വയനാട് ജില്ലയിൽ അമ്പുകുത്തി GLP സ്കൂളിലാണുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഞാൻ അമ്പലവയൽ ഫാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഗ്രികൾച്ചർ ഫാമിലോ അല്ലെങ്കിൽ നല്ല ഗാർഡനിലാണെന്നൊക്കെ. അല്ല, ഞാനൊരു സാധാരണ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മുറ്റത്താണുള്ളത്. ഈ സ്കൂളിന് പറയാൻ ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. ആ അനുഭവങ്ങളിലേക്കും അവരുടെ റിയലായിട്ട് അവർ ചെയ്ത കാര്യങ്ങളിലേക്കാണ് നമ്മളുടെ വീഡിയോ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. എനിക്കൊരു കഥ പറയാനുണ്ട്. പേരായൊരു കഥ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പണ്ടെങ്ങൾ ആരോ പറഞ്ഞ ഒരു കെട്ടുകഥയാണെന്ന്. എന്തുകൊണ്ടാണെന്നോ, ഈ കഥയിലെ മൃഗങ്ങളും പക്ഷികളും എന്തിനും മരങ്ങളും ചെടികളും വരെ വർത്തമാനം പറയും. കഥ പറയുന്നവരോടും കഥ കേൾക്കുന്നവരോടും അവർ വർത്തമാനം പറയും. എന്റെ കഥയുടെ പേരെന്താണ് അറിയണ്ടേ? ഒറ്റ നിങ്ങൾ ആ ശബ്ദം കേട്ടോ? കേട്ടു കാണില്ല അല്ലേ? ശ്രദ്ധിച്ചു കേൾക്കൂ. കേട്ടോ? ചെമ്പോത്താണ്. ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയല. ഏതു നേരവും ഒറ്റ കൊമ്പ് മരത്തിന്റെ ചില്ലയിലിരുന്ന് ഇന്നലെ വന്ന ദേശാടന കിളികൾ കുരുവി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ചെമ്പോത്തേ, കേൾക്കണേ. ചെമ്പോത്തേ. കുരുവിയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു ദേശാടന പക്ഷി ചെമ്പോത്തിനു നേരെ നോക്കി വിളിച്ചു. ചെമ്പോത്ത് തല ഉയർത്തി നോക്കി. അപ്പോഴാണ് ചെമ്പോത്ത് അവനെ കാണുന്നത് പോലും. എന്താ, നീ എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ എത്തി. എന്താ ആരും ഇല്ലാത്തത്? ചെമ്പോത്ത് ഒന്നും മിണ്ടിയില്ല. ചെമ്പോത്തിന്റെ മൗനം ദേശാടന പക്ഷിക്ക് അത്ര ഇഷ്ടമായില്ല. കുറച്ചുകാലം താൻ ഇവിടെ താമസിക്കാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കണം. ദേശാടന പക്ഷി അങ്ങനെ വിചാരിച്ചു. എത്ര പ്രതീക്ഷകളുമായാണ് ഞാൻ കടലിന് മുകളിൽ ചിറക് വിടർത്തി ഞാൻ പാറി വന്നത്. തന്റെ വിശേഷങ്ങൾ അറിയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ദേശാടന പക്ഷി സങ്കടമായി. കടൽ കടന്നു വരുന്ന എന്നെ എത്ര പേരാണ് സ്വീകരിക്കാൻ ഉണ്ടാകാറുള്ളത്? എല്ലാവർക്കും എന്തു പറ്റി? വേറെയും മാറ്റങ്ങളുണ്ട്. എന്നും ഇരിക്കുന്ന മരങ്ങളില്ല. ഇവിടെ മാത്രം കാണുന്ന പഴങ്ങളില്ല. എന്തിനും ബൈനോക്കുലറും ക്യാമറയും തൂക്കി വരുന്ന മനുഷ്യരും കുറവ്. സ്ഥലം മാറിപ്പോയോ എന്ന് സംശയിച്ചിരുന്നു. അടുത്തേക്ക് പാറി വന്ന കുരുവിയെയും മറുകൊമ്പിലിരിക്കുന്ന ചെമ്പോത്തിനെയും കണ്ടപ്പോഴാണ് ആശ്വാസമായത്. എന്നിട്ടോ അവളാണെങ്കിൽ മിണ്ടുന്ന പോലുമില്ല. ദേശാടന പക്ഷി തിരികെ പോകാൻ തീരുമാനിച്ചു. അവൻ ചിറകുകൾ കുടഞ്ഞു. ഞാൻ പോട്ടെ, അവൻ
ചെമ്പോതിനോട് ചോദിച്ചു, വാ എന്റെ കൂടെ വാ. ചെമ്പോത് ദേശാടന പക്ഷി കൂടെ വിളിച്ച് ചിറകടിച്ചു പറന്നു. ഉഷ്ണക്കാറ്റുകളെ അതിജീവിക്കാൻ ചിറകടിച്ചു പറന്ന ദേശാടന പക്ഷി അമ്പരന്നു. ഒന്നിനേക്കാൾ മറ്റൊരു മരക്കൊമ്പ് പോലുമില്ല. ചിറകുകൾക്ക് കീഴെ വരണ്ട മരുഭൂമി. ദേശാടന പക്ഷി താഴ്ന്നു പറന്നു. മണ്ണ് കലങ്ങിയ വെള്ളത്തിൽ കല്ലരാമ വിശ്രമമില്ലാതെ നീന്തുന്നു. എന്താ പരതും പോലെ ദേശാടന പക്ഷി കല്ലനാമയുടെ അടുത്തുള്ള ഒരു വരണ്ട കല്ലിൽ പാറിയിരുന്നു. പക്ഷി കല്ലൻ അവരെ കണ്ടതേയില്ല. കല്ലിന്റെ ഇടുക്കുകളിൽ നിന്നും ജന്തുക്കൾ ഭയന്നിട്ടെന്ന പോലെ കയ്യിലെ പൊടിമണ്ണിൽ പൂണ്ടിരിക്കുന്നു. ചെമ്പൂത്ത് പറഞ്ഞു, പറന്നിരിക്കാൻ ഒരു മരക്കൊമ്പ് പോലുമില്ല. പുഴയിൽ മറിഞ്ഞു വീണ ഒരു മരത്തിന്റെ ചില്ലയിൽ പറഞ്ഞിറങ്ങി. ചെമ്പൂത്ത് പറഞ്ഞു, നീ ഇപ്പൊ പോയിക്കോ. നിനക്കു തന്നെ മുതലും കടലുമില്ല, ഉടനെല്ലില്ല. ഒരു കാറ്റിലും മഴയിലും എല്ലാം ഒളിച്ചുപോയി. പക്ഷെ നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പുതിയതായി ഉണ്ടാക്കും. കൊക്ക് തൊട്ട് ചെമ്പൂത്തിന്റെ കൊക്ക് തൊട്ട് ദേശാടന പക്ഷി ചിറകടിച്ചു പറന്നുപോയി. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഹീനമായ ചില പ്രവൃത്തികൾ നമ്മുടെ പ്രകൃതിയെ കീറി മുറിക്കുന്നു. ഇത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. ആയതിനാൽ ഈ മനോഹരമായ ഭൂമിയെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നശിപ്പിക്കരുതേ. നന്ദി, നമസ്കാരം. നമസ്കാരം. വാ വാ. സുഖമായിട്ട് പോണു. നല്ല സന്തോഷത്തിലാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ ആദ്യം പറയാം. നമുക്ക് കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ ഇന്നവേറ്റീവ് സ്കൂൾ പദ്ധതിയിൽ 1ാം സ്ഥാനം. മികവ് പ്രവർത്തനമാണ് അത് ഇന്നവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ആവിഷ്കരിച്ച പദ്ധതിയൊന്നും ആയിരിക്കരുത്. നമ്മൾ സ്കൂൾ സ്വന്തമായിട്ട് കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനായിട്ട് കണ്ടുപിടിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതി. അത് കിളിച്ചൊല്ലുന്നായിരുന്നു പേര്. ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയതിൻ്റെ മൊമെൻ്റാണിത്. ഇത് സബ് ജില്ലയിൽ, ആദ്യം സബ് ജില്ലയിലാണ് നമ്മൾ മത്സരിക്കുന്നത്. BRCയിൽ ഇതിൻ്റെ പ്രൊജക്റ്റ് കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് ഇത് സബ് ജില്ലയിൽ കിട്ടിയത്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നേട്ടം. പിന്നെ സീഡിൻ്റെ പ്രൈമറി LP വിദ്യാലയങ്ങളിൽ മികച്ച വിദ്യാലയമായിട്ട് തിരഞ്ഞെടുത്ത് 5000 രൂപയുടെ അവാർഡ് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടി. അതിൻ്റെ പൈസയും അക്കൗണ്ടിലേക്ക് വന്നു. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതിന് മുന്നേ നമ്മൾ ഞാൻ വരുന്നതിന് മുമ്പുള്ളതാണ് ഇതൊക്കെ. ജൈവ വൈവിധ്യത്തിൻ്റെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം വയനാട് ബത്തേരി സബ് ജില്ലയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രൈമറി വിദ്യാലയം എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം മുഴുവൻ കുട്ടികളും എഴുത്തും വായനയും അറിയുന്ന ഒരു കുട്ടികളാണ്. പട്ടികവർഗ വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാ ദിവസവും ഒരു സ്കൂളിലെത്തും. തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലൊരു മരണമൊക്കെ ആയിട്ട് ആണെങ്കിൽ അവർ വരാതെ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും വരികയും ചെയ്യും. ഈ വർഷവും നമ്മൾ അക്കാദമിക മികവിനായിട്ടൊരു പ്രവർത്തനം ചെയ്തു വരുന്നുണ്ട്. അതിപ്പം കൃത്യം പബ്ലിസിറ്റി കൊടുക്കാറായിട്ടില്ല. എങ്കിലും അതിൻ്റെ പേര് ഞാൻ പറയാം. കുഞ്ഞിക്കൈയിലെ കുഞ്ഞെഴുത്ത്.
സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അമ്പുകുത്തി GLP സ്കൂളിന് 2 പ്രധാന ഉദ്യാനങ്ങളാണുള്ളത്. ഒന്ന് ഔഷധോദ്യാനവും മറ്റൊന്ന് ശലഭോദ്യാനം. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട്, നന്നായിട്ട് പൂത്ത് നിൽക്കുന്നു. ഇതിൻ്റെ പൂക്കളുടെയും കായ്കളുടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ പീറ്റേട്ടൻ നമ്മളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹമാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞ് കണ്ട് മനസ്സിലാക്കാനും പൂക്കളുടെ പേര് പഠിക്കാനും അതുപോലെ നിറങ്ങൾ പഠിക്കാനും പ്രകൃതിയിൽ ഈ സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പഠിക്കാനും ഒക്കെ നമ്മളുടെ ഈ ശലഭോദ്യാനം പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഉദ്യാനമുണ്ട്, അത് ഔഷധോദ്യാനമാണ്. ഇതിനോട് ചേർന്ന് അപ്പുറത്താണുള്ളത്. ഈ 2 ഉദ്യാനങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തീൻ്റെ ഒരു അതിര് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ കുട്ടികൾ ആ പഠന സമയങ്ങൾ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുകയും അതിനുശേഷം അവരുടെ പാഠ്യേതര ഭാഗങ്ങളിലൊക്കെ ഈ അല്ലാത്ത സമയങ്ങളിലൊക്കെ അവരൊക്കെ ഇതിൽ കൂടെയൊക്കെ നടക്കുകയും പൂക്കളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ GLP സ്കൂൾ അമ്പുകുത്തിൻ്റെ ഉദ്യാനത്തിലാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട ഉദ്യാനമാണുള്ളത്. ഒന്ന് ശലഭോദ്യാനം, മറ്റൊന്ന് ഔഷധോദ്യാനം. ഈ ഔഷധോദ്യാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട്, ഔഷധ ഗുണമുള്ള സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ചെടികൾക്കൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ട്. ആ ചെടി എന്താണെന്നുള്ളത് പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ അറിവിലേക്ക് അവർക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്ന രൂപത്തിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വളം, വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ അമ്പലവയൽ അഗ്രികൾച്ചറും കുറച്ച് നഴ്സറി ഫാമും കുറച്ച് നഴ്സറി ഫാമുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അമ്പലവയൽ. അപ്പോൾ അവിടെ നിന്നുള്ള പരിചയസമ്പന്നമായിട്ടുള്ള ആളുകളും ഒക്കെ നമ്മൾ ദിവസവും ചെടികളും പൂക്കളൊക്കെ കാണുന്ന ആളുകളാണ്. നമ്മളൊക്കെ വീടുകളിലുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഇതേപോലെ ഇത്രയും ഭംഗിയായിട്ട് പരിപാലിച്ച മറ്റൊരു സ്ഥാപനം വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ വ്യത്യസ്തത കൊണ്ടുവരികയും ആ വ്യത്യസ്തത കുട്ടികളെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ അവർ ഉന്നതരാവുള്ളൂ. അവരുടെ വളർച്ചേൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ് ഒരു LP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഉള്ളത്. അപ്പോൾ അത്തരം LP സ്കൂളുകളിൽ ഇത്തരം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പം അത് നാടുകളിലും നാട്ടുകാർക്കും ഒക്കെ ഗുണകരമാവുന്ന രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ട് വന്നത്.
വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂളിൽ ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ അമ്പലവയൽ സ്വദേശിയാണ്. ഇവിടെ ഈ മനോഹരമായ പൂന്തോട്ടവും ഈ ശീതള ചായയൊക്കെ കണ്ടപ്പം എനിക്കൊരുപാട് ഇഷ്ടമായി. പ്രീ പ്രൈമറി മുതൽ 120 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പ്രീ പ്രൈമറിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓണറേറിയം ഇല്ലാത്തവരാണ് അധ്യാപികയായി. അതുകൊണ്ട് തന്നെ ഒരു ആനുകൂല്യവും സാമ്പത്തിക ആനുകൂല്യവും നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. ഉച്ചഭക്ഷണത്തിനുള്ള അരി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. രക്ഷിതാക്കളിൽ നിന്നും കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ടാണ് ആയയ്ക്കും അധ്യാപികയ്ക്കും ശമ്പളം കൊടുക്കുന്നത്. മറ്റ് പ്രീ പ്രൈമറികളിൽ ഇത്രയും കുട്ടികളില്ലാത്ത പല പ്രീ പ്രൈമറികളിലും SSK മുഖേന 10 ലക്ഷത്തിൻ്റെ പിന്നെ പഠനോപകരണങ്ങളും പാർക്കും ഒക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് കളി ഉപകരണങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് പ്രീ പ്രൈമറിയിൽ കിട്ടിയതാണ്, ആകെ കിട്ടിയത്. അതുപയോഗിച്ചാണ് ഈ കളിസാധനവും അതുപോലെ കുട്ടികൾക്കുള്ള കുറച്ച് കളിസാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ മനോഹരമായ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് 40 കുട്ടികളുണ്ട് പ്രീ പ്രൈമറിയിൽ. അവർക്ക് കളിക്കാൻ ആവശ്യമായ കളി ഉപകരണങ്ങൾ വേണമെന്നതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അത് ഇതിലൂടെ ആരെങ്കിലുമൊക്കെ തരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ശേഷം ഒരുപാട് നേട്ടങ്ങൾ ഈ സ്കൂളിനുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുറ്റം ചെളിയായിരുന്നു. ഒരു ഭാഗം സിമെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്. പക്ഷേ ഗേറ്റ് മുതൽ ഇങ്ങോട്ട് ചെളി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ആ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനും അതുപോലെ കുഞ്ഞുങ്ങൾ മഴക്കാലത്ത് കൈ കഴുകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും മഴ നനയാതെ കൈ കഴുകാനുള്ളൊരു വാഷിംഗ് ഏരിയ ഉണ്ടാക്കുക എന്നുള്ളത് വന്ന ദിവസം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. ഇക്കഴിഞ്ഞ വർഷം നമ്മൾ വയനാട് ജില്ലയിൽ ഇന്നവേറ്റീവ് പ്രൊജക്റ്റിൽ 1ാം സ്ഥാനം LP വിഭാഗത്തിൽ നേടിയ സ്കൂളാണ്. കിളിച്ചൊല്ല് എന്ന പദ്ധതിയിലൂടെ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളും എഴുത്തും വായനയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഗോത്രവിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കൂളുകൾക്കും ഗോത്രസാരഥി പദ്ധതിയുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിലേക്ക് ഗോത്രസാരഥി പദ്ധതി ഇല്ല. അതിന് കാരണം പറയുന്നത് ബസ് റൂട്ടാണെന്നാണ്. പക്ഷെ കോളനികളുടെ സമീപത്തു കൂടിയൊന്നും ബസ് പോകുന്നില്ല. കോളനി 19 ഇടയ്ക്ക് അമ്പൂത്തി മലയുടെ തൊട്ട് താഴെയുള്ള കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടേക്ക് വരുന്നത് കുറേ നടന്ന് കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഗോത്രബന്ധു ടീച്ചറുടെ സേവനം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കുട്ടി പോലും ആബ്സെൻ്റ് ആകുന്നില്ല ഈ വിഭാഗത്തിൽപ്പെട്ടത്. പ്രത്യേക കാരണത്താൽ അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ വല്ല മരണം വന്ന് ബന്ധു വീട്ടിൽ പോകുമ്പോഴൊക്കെ അല്ലാതെ എല്ലാ കുട്ടികളെയും ദിവസം സ്കൂളിൽ എത്തിക്കുന്നുണ്ട്. അതിന് ഗോത്രബന്ധു ടീച്ചറായ സനീഷയുടെ സേവനം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവിടെ ഒരു നല്ല ടീമുണ്ട്. അതാണ് ഈ സ്കൂളിൻ്റെ വിജയം. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും അടുക്കളയിലെ ചേച്ചിയാണെങ്കിലും അവിടെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും കൂടി ഒരു ടീം വർക്കാണ്. അതാണ് ഈ സ്കൂളിൻ്റെയൊക്കെ ഉള്ള വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം. പിന്നെ നമുക്ക് ടോയ്ലറ്റുകൾ, ഇലക്ട്രിഫിക്കേഷൻ, ഇപ്പോൾ ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട് മഴക്കാലത്ത്. ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു 150ഓളം പേര് ഇവിടെ 10 ദിവസം താമസിച്ചിരുന്നു. അപ്പോൾ പഞ്ചായത്ത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇലക്ട്രിഫിക്കേഷൻ, ടോയ്ലറ്റിൽ മാത്രം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ വന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വില്ലേജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബൾബ് പോലും ഫിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എല്ലാ സൗകര്യവും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 120 കുട്ടികളുടെ രക്ഷിതാക്കളെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുപരിപാടി വെക്കാനുള്ള ഒരു സ്റ്റേജ്, ഒരു ഹോള് ഞങ്ങൾക്കില്ല. അപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജിന് ഞങ്ങൾ MLAക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എങ്ങനെ ആവും ഈ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്നുള്ളത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഡൈനിങ് ഹാള് പല സ്കൂളുകളിലും എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പം ഇത്രയും മികച്ചു നിൽക്കുന്ന ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ കഴിയാത്തതിൽ ഭയങ്കര മനപ്രയാസവും സങ്കടവും ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് എടുത്തു പറയണം, ഒരു പത്രോസേട്ടൻ, ചെറുമാടുള്ള പത്രോസേട്ടനാണ് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ സ്പോൺസർ ചെയ്തു. അതുപോലെ ഒരു സന്നദ്ധ സംഘടന വിനായക ഹോസ്പിറ്റലിലെ ഡോക്ടർ സതീഷ് നേതൃത്വം കൊടുക്കുന്ന സന്നദ്ധ സംഘടന നമുക്കൊരു ചെറിയ പൈസ തന്നതാണ് മുറ്റത്തിലെ ചെളി മാറ്റാൻ സഹായിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സംഭാവന നൽകി എല്ലാ ക്ലാസ് മുറികളിലും ഫാൻ ഫിറ്റ് ചെയ്യാൻ പറ്റി.
ഈ ഒരു വർഷം ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഞങ്ങൾ ഓണക്കോടി വിതരണം ചെയ്തു എന്നുള്ളതാണ്. രക്ഷിതാക്കളിൽ നിന്ന് ഒരു പൈസ പോലും പിരിച്ചില്ല. കുറച്ച് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ വിദ്യാലയത്തോട് താല്പര്യമുള്ള ചില ഉദയാകാംക്ഷികൾ, അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഈ 120 കുഞ്ഞുങ്ങൾക്കും നല്ല ഓണക്കോടി നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നും എല്ലാ വർഷവും വേറിട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ അമ്പൂത്തി ഗവൺമെൻറ് LP സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയും കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഈ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നമ്മൾ 19 കോളനി എന്ന് പറയാൻ പാടില്ല ഇപ്പം, എങ്കിലും അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയസ്സായ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ ഓണപ്പുടവ നൽകിക്കൊണ്ട് കോളനിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. ഈ വർഷത്തെ ഓണാഘോഷം MLA പങ്കെടുത്തുകൊണ്ട് സ്കൂളിൽ വെച്ച് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള ഈ വർഷം അതുപോലെ ഞങ്ങളുടെ ഒരാഗ്രഹം അക്കാദമിക മികവ് പ്രവർത്തനത്തിൽ വയനാട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 1ാം സ്ഥാനം നേടണം എന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഇപ്പം തൽക്കാലം പറയുന്നില്ല, മത്സരമായതുകൊണ്ടാണ്. അത് പിന്നീട് പറയുന്നതായിരിക്കും. ഇന്നത്തെ പരിപാടിയിലെയോ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം അതൊക്കെ ആരാ? വർണ്ണച്ചെറുകളുള്ളതും പൂമ്പാറ്റകളും പൂക്കൾ തിരിക്കുമ്പോൾ ഇവിടുത്തെ പൂക്കൾ ആരാ? ആ തോട്ടത്തിലെ പൂക്കളാണോ? അല്ല, ആരാ? നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞങ്ങളുടെ പൂക്കൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം നല്ല കുട്ടികളാവുക, നല്ല എല്ലാ അച്ചടക്കത്തോടെ പരിപാടികളൊക്കെ പങ്കെടുക്കുക. പരിപാടിക്ക് ഒരുങ്ങി വന്നവരെ ടീച്ചർമാർ വിളിക്കും. അതിന് പായസമുണ്ട്. പായസത്തിന് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും പായസം കുടിച്ച് വൈകുന്നേരം ക്ലാസ് വിളിച്ചു കഴിഞ്ഞിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലേ? ക്ലാസ് കൊണ്ടുവന്നിട്ടില്ലേ? വേണ്ട, നിങ്ങൾക്ക് ക്ലാസ് വിടുന്നല്ലേ തരുന്ന എന്നും അല്ലേ? നമ്മുടെ സ്കൂളിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതാണ് ഇഷ. ഇഷയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കേ. പിന്നെ സബ് ജില്ലയിൽ പോയിട്ടും ഇഷ A ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1ാം സ്ഥാനത്തിന്റെ അടുത്ത് തന്നെ മാർക്കൊക്കെ വാങ്ങിച്ചു. നമ്മൾ പോയ എല്ലാവർക്കും ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ അസംബ്ലി നമ്മൾ വെള്ളിയാഴ്ച സാധാരണ അസംബ്ലി ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മറ്റ് പത്രവായന, ക്വിസ്, ശിശുദിനത്തിന്റെ സന്ദേശമൊക്കെ ഇന്നലെ നമ്മൾ തന്നു അല്ലേ? നമ്മളിനി അസംബ്ലി അവസാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് പോകും. അതിനുശേഷം ടീച്ചർമാർ നിങ്ങളെ വരിവരിയായിട്ട് ഹോളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കും കേട്ടോ. ഓക്കെ.
എൻ്റെ പേര് പീറ്റർ എന്നാണ്. ഞാൻ മണിച്ചിറ സ്ഥലത്താണ് താമസിക്കുന്നത്, ഒത്തേരിക്ക് അടുത്തായിട്ട് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ട് 2006 ഞാൻ വരുന്നത്. 2006 വന്നു. പിന്നെ 18 വർഷം 19 വർഷത്തിലെത്തിയാൽ ഇവിടെ വരുമ്പോൾ വളരെ ചെറിയൊരു ഏരിയ എനിക്ക് ജോലി ചെയ്യാനുണ്ടായിട്ടുള്ളൂ. വളരെ ചെറിയൊരു ഏരിയ ജോലി ചെയ്യാനുള്ളത്. അത് പിന്നെ ഓരോ വർഷം തോറും ഫസ്റ്റ് തന്നെ 2006 നമുക്ക് ഏറ്റവും നല്ല ശുചിത്വ വിദ്യാലയം എന്നുള്ള പഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടി നമുക്ക് 2006. അപ്പോൾ അന്ന് മുതലൊരു ആശയമാണ് നമ്മൾ സ്കൂൾ ഏറ്റവും വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു മുട്ടായി കടലാസ് പോലും ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത രീതിയിൽ നല്ല മുട്ടായി കടലാസ് ഒരെണ്ണം പോലും പുറത്തിട്ടില്ല. അത് അധ്യാപകരും കുട്ടികളും അറിയാം ഇവിടെ. അങ്ങനെ ഈ നിലകാലം വരെ ഇപ്പോൾ 2024 ഇത്രയും വരെ 2006 മുതൽ 2024 വരെ ഇതും തുടരുന്നു. പിന്നെ അതിൻ്റെ പൂച്ചെടികൾ കാരണം 14 വർഷമായി. 2014 പൂത്തോട്ടത്തിൻ്റെ ഒരു ജൈവ പാർക്കിൻ്റെ തുടങ്ങി 2014-15. അതിനുശേഷം നമ്മൾ പിന്നെ ഇത് ആ കാലത്തെ HM-ൻ്റെയും നല്ല സപ്പോർട്ടോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വന്ന HM-മാരും കുഴപ്പമായിട്ടില്ല. അവരോടൊന്നിച്ച് അവർ ആ HM നമ്മളൊപ്പം തന്നെ ജോലിക്ക് വെക്കും. രാവിലെ ആയാലും വൈകിട്ടായാലും ഉച്ചയ്ക്കായാലും ഫുൾ ടൈം ജോലിക്കുണ്ടാവും അവർ. അതിൻ്റെ ജോലിയെല്ലാം കൂടി ഞങ്ങൾ ചെയ്തു. അങ്ങനെ ആ ഒരു മനസ്സിലായി. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഇത് കൊണ്ടു നടക്കണം. ഈ ഒരു ജൈവ പാർക്കിന് 2017 നമുക്ക് അവാർഡ് കിട്ടി. പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജൈവ വിദ്യാലയം എന്നുള്ള 2017. അപ്പോൾ കുറച്ചും കൂടി വിപുലാകുന്നതിന് ശേഷമാണ് പൂത്തോട്ടങ്ങളും കാര്യങ്ങളുമായി. പിന്നെ എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെ ഒരു ദിവസം പോയി ലീവാക്കില്ല. കാരണം അവധി ദിവസങ്ങളൊന്നും എനിക്ക് തന്നെ ഇല്ല. അവധി ദിവസങ്ങളില്ല, ടൈമില്ല. ടൈമിൽ ഞാൻ ലീവ് എടുത്ത് നിന്ന് എൻ്റെ മനസ്സിൽ ചെടികൾ എന്തായിട്ടുണ്ടാവും എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇവിടെ വന്ന് നനച്ച് അത് സമയാസമയം കട്ട് ചെയ്യൽ, വളം കൊടുക്കൽ, കിളയ്ക്കൽ. ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ നിൽക്കുകയല്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ ഡ്രസ്സല്ല എൻ്റെത്. ശരിയായ ജോലിക്കാരൻ്റെ ഒരു കൃഷിക്കാരൻ്റെ ആ രീതിയിൽ തന്നെ ഇതുവരെ ഉള്ളു. പിന്നിപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് നിൽക്കാമെന്നല്ലാതെ രാവിലെ വന്ന് എൻ്റെ ഡ്രസ്സ് ഇവിടെ അയച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ഡ്രസ്സ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ പണി ഡ്രസ്സാണ്. എല്ലാവരും വരുമ്പോൾ ഇവിടുത്തെ പണിക്കാരൻ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാണെന്നുള്ള ആരും അറിയണമെങ്കിൽ ടീച്ചർ പറയണം ഇന്നാൾ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ്, അല്ലാതെ അറിയില്ല. അങ്ങനെയാണ് ഇത്രയും കാലം വരെ ഇപ്പോൾ ഈ ചെടികൾ വെട്ടി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളായിട്ട് ഉള്ള എൻ്റെ അനുഭവം. പിന്നെ ഓരോ HM വരുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ്. എങ്കിലും ഞാൻ ആരും ശ്രദ്ധിക്കാറ്. കാരണം അവരുടെ ഇതല്ല, നമ്മുടെ ചെടികൾ ഒരു ദിവസം നശിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം പോലും അവരെ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ നനയ്ക്കേണ്ട. എനിക്ക് ഇത്രയും രാവിലെ വരെ അവിടുത്തെ വർക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടൈം നനച്ചത്. ഇല്ലെങ്കിൽ വൈകിട്ട് ഒന്ന് നനയ്ക്കും. അങ്ങനെ ചെടികൾ നനച്ച് കൊണ്ടുവന്നാണ് ഇത്രയും തിരിഞ്ഞ് നടക്കുക. അതുപോലെ കളകൾ മാസത്തിലൊരിക്കലെങ്കിലും ഈ കളകൾ ചെത്തി അത് കുഴിച്ചുമൂടി കൊത്തിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് പുല്ല് മുളയ്ക്കാൻ താമസിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് ഈ സ്കൂളിനെ. അതിപ്പം 2-3 വട്ടം ഞാൻ ഇവിടെ ട്രാൻസ്ഫർ കൊടുത്തതാണ്. ഇവരെ PTA-യുടെയും HM-ൻ്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും നിർബന്ധം കൊണ്ടാണ് ഞാനത് ക്യാൻസലായി വീണ്ടും ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നത്. കാരണം ഇതുപോലെ വേറെ കൊണ്ടുപോകില്ല എന്നുള്ളത് ഇതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വരേണ്ടത് വന്ന് ക്യാൻസലാക്കേണ്ടത്. എനിക്ക് ഇതേ ട്രാൻസ്ഫർ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് ടീച്ചർ പോയിട്ട് ട്രാൻസ്ഫർ എന്നാണ്. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടില്ല. മാറണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കും ഈ ചെടികൾ ഞാൻ പോയി കഴിഞ്ഞാൽ കാട് പിടിക്കുന്നല്ലാതെ ഇതുപോലെ ആരും കൊണ്ടുവരിക. കാരണം ഇതിന് അത്ര ടൈം പണിയാണ്. ഞാൻ 7 മണിക്ക് കൊടുത്തു. രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും, ചിലപ്പോൾ വൈകുന്നേരം ആവും. അങ്ങനെ ടൈമൊന്നുമില്ല ഇവിടെ എനിക്ക് പോകുന്നതിന്. ഫുൾ ടൈം ആര് വിളിച്ചാലും ഒരു പ്രളയം വന്നാൽ, ഇലക്ഷൻ വന്നാൽ എന്തിനും ഞാനിവിടെ ഓൾറെഡി ഉണ്ടാവണം. അങ്ങനെയാണ് ഇതുവരെ. കാരണം അതെനിക്കൊരു പരാതിയില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്ന ശമ്പളത്തിന് 100% നീതി പുലർത്തുന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അത് തന്നെ. കാരണം എനിക്ക് അപ്പോൾ സ്റ്റാർട്ടിങ് എനിക്ക് 3900 രൂപയാണ് ശമ്പളം, സ്റ്റാർട്ടിങ് ശമ്പളം. ഇന്നത് വർദ്ധിച്ച് ഇവിടെ വരെ എത്തി. ഏതായാലും 12 വർഷം മുന്നിലാണ്. അതുകൊണ്ട് ഞാൻ അന്നും എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്യുന്ന ജോലിയും എൻ്റെ ജോലി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥതയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇവിടുത്തെ വ്യക്തികളോടോ അല്ലെങ്കിൽ ഒരു വേറെ സ്ഥാപനത്തിനോടും ജോലിയോടും ഉള്ള നീതി പുലർത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് കൊണ്ടുനടക്കുന്നത്. കാരണം ഓരോരുത്തർ വരുന്നവരെല്ലാം വ്യത്യസ്ത ആൾക്കാരാണ്. നമ്മൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാനേ കഴിയില്ല. അപ്പോൾ നമ്മളെന്താവും, എൻ്റെ ചെടീൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഏരിയ ഉണ്ട്. അത് അതിനപ്പുറത്തേക്ക് ഒരാളെ പ്രവേശിക്കാനോ അതിനപ്പുറത്തേക്ക് പോകാനോ ചെയ്യില്ല. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല, സമ്മതിക്കില്ല. കാരണം ഞാൻ ചെയ്യുന്ന പോലെ ആരും ചെയ്യില്ല. അതുകൊണ്ട് ഒരാളെ ഞാൻ അതിൽ ഉൾപ്പെടുത്താറില്ല. ചെത്താൻ 2 ആൾ ഒരുമിച്ച് ചെത്താൻ ഞാൻ എൻ്റെ ഏരിയ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അവരെ മാറ്റും ഞാൻ. കാരണം എനിക്ക് എൻ്റെ ഏരിയയിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് അവരെ ഞാൻ ഒഴിവാക്കുക ചെയ്യുക. അത് കാരണം എൻ്റെ പാരും ജോലിക്ക് കൊണ്ട് നിൽക്കില്ല. കാരണം എനിക്ക് അത്ര വൃത്തിയിൽ അവർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒഴിവാക്കും ഞാൻ അവരെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതികൾ. അതുപോലെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സിവിലായിട്ടുള്ള വർക്കുകളായിക്കോട്ടെ, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരാളെ വിളിക്കുന്നില്ല. കാരണം ഇലക്ട്രിക്കൽ വർക്ക് മെയിൻ വർക്ക്, ബാക്കി ചെറിയതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ
കാരണം അവരെ പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ വേറെ ഒരു പണിക്ക് ഒരാളെ വിളിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഈ ഇത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ഒരു മാറ്റം വന്ന് ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് മാറി നിന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതിൽ ഒരു ട്രാൻസ്ഫർ കിട്ടും. എനിക്ക് 7-8 വർഷം കൂടി ഇനിയുണ്ട്. അപ്പോൾ അത് അടുത്ത് വേറെ ഏതെങ്കിലും സ്കൂളിൽ ചെയ്യണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് എന്തായാലും. അപ്പോൾ ഏതായാലും ഇതേപോലെ ഒരു ചില സംഭവം കുറേ ഒരു HMൻ്റെ കോൺഫറൻസ് ഇവിടെ വെച്ച് തരും, HM മീറ്റിംഗ് വെച്ച് തരും ഇവിടെ. അപ്പോൾ അതിൽ ഒരുപാട് HMമാർ പിന്നെ എന്നോട് ആവശ്യപ്പെട്ടതെങ്കിൽ ഇവിടെ കുറേ എത്ര ചെയ്തല്ലോ, ഇനി അടുത്ത് ഞങ്ങളടുത്തും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, ഞങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് അഭ്യർത്ഥിച്ച് പോയി. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം എന്ന്. അതിന് ശേഷമാണ് ഞാൻ 2-3 സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊട്ടടുത്ത് ഞാൻ കൊടുത്തില്ല. തൊട്ടടുത്ത് എനിക്ക് ഏറ്റവും ഞാൻ സീനിയർ ആയതുകൊണ്ട് കിട്ടുമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. ബാക്കിയുള്ളടത്ത് കിട്ടും പോകാൻ വരും. ഇവർ സമ്മതിക്കാതെ എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ കിട്ടിയത്. അപ്പോൾ നല്ലൊരു സ്ഥലം ഒഴിവ് വന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന 2-3 സ്ഥലമുണ്ട്. ഈ കാര്യം കിട്ടിയാൽ ഞാൻ മിക്കവാറും അടുത്ത വർഷം പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് ഇവർ വിട്ടാൽ, ഇവർ പിറ്റേക്കാർ തന്നെങ്കിൽ ഇതിന് മുന്നിലുള്ള പിറ്റേന്നെങ്കിൽ വൈകിട്ട് 5 മണിക്ക് വന്നിട്ട് രാത്രി 12 മണി വരെ പോയിട്ട് ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അവർ എൻ്റെ വീട്ടിൽ ഗ്ലാസ് വെള്ളം കുടിക്കുകയും തിരിച്ചു പോവുകയും ചെയ്തത്. അപ്പോൾ അവരുള്ള ആ ഉദ്ദേശത്തിന് അവർ 7-8 വർഷത്തോളം അവരുള്ള ബന്ധം അത് ഇന്നും തുടങ്ങി. നമ്മുടെ സഹോദരനെ പോലെയാണ് അയാൾ ഇന്നും വരുന്നത്. അയാളുടെ വർത്തമാനം കൊണ്ടാണ് ഞാൻ ഇന്നും ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത്. ഇപ്പോഴും അവർ സഹകരണമുണ്ട്. പക്ഷേ എനിക്ക് PTAയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു PT ആണ് അവരുടെ ഷെരീഫ് ഷെഫീഖ്. ആ ഒരു കാലഘട്ടം ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സഹോദരനെ പോലെ, കാരണം എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യം പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഒപ്പം സഹായിക്കും. ഇപ്പം ബാക്കിയുള്ളവർക്ക് എൻ്റെ PTAക്കാർക്ക് എൻ്റെ നമ്പർ പോലും അറിയാത്ത PTAക്കാരുണ്ട്. 2 വർഷക്കാലം 1 വർഷക്കാലം നിന്നാലും എൻ്റെ നമ്പർ പോലും അറിയാത്ത PTAക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവർ 6-8 വർഷത്തോളം എൻ്റെ ഒപ്പം ഉണ്ട്, 7 വർഷത്തോളമുണ്ടായിരുന്നു അവരെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത PTA. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നത്തെ ട്രാൻസ്ഫർ ഒഴിവാക്കി. എനിക്ക് നല്ലൊരു സ്ഥലം ഞാൻ സെലക്ട് ചെയ്ത് പോകാൻ നിന്നായിരുന്നു. അപ്പോൾ ഏതായാലും അടുത്ത ചാൻസ് കിട്ടിയാൽ മാറണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയേ പറയുള്ളൂ. ഇതുപോലെ ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് കൊടുക്കും. പുറമെ എൻ്റെ പോലത്തെ സ്റ്റാഫ് വരികയാണെങ്കിൽ. അല്ലാണ്ട് എനിക്ക് തുറന്നു ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അത് എല്ലാവർക്കും തരും. അത് കഴിയുമ്പോൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ശിശുദിനാഘോഷം, അപ്പൊ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നവംബർ 15-നല്ല ശിശുദിനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാ ശിശുദിനം? അപ്പം നമ്മുടെ ഈ ചെറിയ പരിപാടി ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും, നമ്മുടെ സാധാരണ പരിപാടികളിലൊക്കെ നിറച്ച് അമ്മമാരും അച്ഛന്മാരും ഒക്കെ വരും അല്ലേ? ഇന്നെന്താ അവരെയൊന്നും വിളിക്കാത്തതെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ഓണമൊക്കെ ഒത്തിരി ആഘോഷമാക്കി അല്ലേ? ഒരുപാട് ആഘോഷമാക്കി, ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി. അതുകൊണ്ട് ശിശുദിനം നിങ്ങൾ മാത്രമായിട്ട് നടത്താൻ തീരുമാനിച്ചതാ. ശിശുക്കളുടെ മാത്രം. കുഞ്ഞുങ്ങളാണ് നമ്മുടെ താരങ്ങള്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി സ്റ്റേജിലുണ്ട്. അതുപോലെ കുട്ടികളെല്ലാം പരിപാടിക്ക്, ചെറിയ പരിപാടികൾക്കൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളെ ഈ യോഗത്തിൽ നിന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മുൻ PTA മദർ PTAയുടെ പ്രസിഡന്റ്, ഇപ്രാവശ്യം PTA എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീമതി ഷിൻസിയാണ്. ഷിൻസിയെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവർക്കുള്ള സമ്മാനമാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. സബ് ജില്ലാ ശാസ്ത്രമേളയില് A ഗ്രേഡ് കരസ്ഥമാക്കിയ ജോമെട്രിക്കൽ ചാർട്ടർ അനയ് കൃഷ്ണ, 4ാം ക്ലാസ്സിലെ അനയ് കൃഷ്ണയ്ക്ക് ജോമെട്രിക്കൽ ചാർട്ടർ A ഗ്രേഡ് ആണ്. അനയെ സമ്മാനം വാങ്ങാൻ ക്ഷണിക്കുന്നു. സമ്മാനം നൽകാനായിട്ട് PTA പ്രസിഡന്റ് തുഷാരത്തെ ക്ഷണിക്കുന്നു. അനയ്ക്ക് ഒരു സമ്മാനം കൂടി ഉണ്ട്.
അവർ തന്നെയാണ് സോഷ്യൽ ക്വിസിലും എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. ഇഷ ദീക്ഷിത്. സമ്മാനം നൽകാനായി HM മിശ്രയെ ക്ഷണിക്കുന്നു.
പേര് സബിന. ഞാൻ ബത്തേരിയാണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എത്തിയിട്ട് 5 വർഷമായി. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബത്തേരിയിൽ നിന്ന് ഒരു 5-8 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ തന്നെ 5 വർഷമായിട്ടും തുടരുന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വരുന്ന വഴികളാണെങ്കിലും ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ആ രാവിലത്തെ ഒരു സ്ട്രെസ്സും ടെൻഷനും എല്ലാം നമുക്കങ്ങ് വിട്ടുമാറും. ഈ ഒരു അറ്റ്മോസ്ഫിയർ അത്രയും മനോഹരമാണ്. അതുപോലെ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഇതുവരെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പേരൻസും കുട്ടികളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ വാങ്ങാൻ ഒരു ഇഷ്ടമില്ല, ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യം. പിന്നെ നമ്മുടെ മക്കൾ തന്നെ സാധാരണക്കാരായ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതിൻ്റെതായ കുറേ പരിമിതികൾ അവർക്കുണ്ട്. പല വീടുകളിലും പിന്നെ മദ്യപാനവും അങ്ങനെ പല ഇഷ്യൂസുകളും നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അത് നമ്മളോട് കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് പറ്റുന്ന പോലെ അവരെ അതിൽ നിന്നൊരു അവർക്കൊരു സമാധാനം കൊടുക്കാനൊക്കെ കഴിയാറുമുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും നമുക്ക് പറ്റുന്നത് പോലെ അവരെ പാഠ്യേതര അക്കാദമിക കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ സീഡിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഹരിതമുകുളം അവാർഡ് കിട്ടിയിരുന്നു. വയനാട് ജില്ലയിലെ ഏറ്റവും മികച്ച LP സ്കൂളിനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അതിൽ തന്നെ കുട്ടികളുടെ നല്ല കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായാണ് അത് കിട്ടിയത്. പിന്നെ സബ് ജില്ലാ കലോത്സവമായാലും സബ് ജില്ലാ ശാസ്ത്രമേള ആയാലും നമ്മൾ കൊണ്ടുപോയ എല്ലാ ഇനങ്ങളിലും അവർക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായി മുന്നോട്ട് പോകുന്നു. സന്തോഷം. ഞാൻ ജിത. ഈ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഞാൻ ഈ അമ്പുകുത്തി സ്കൂളിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ഈ ജൈവ വൈവിധ്യ ഉദ്യാനം തന്നെയാണ്. കുഞ്ഞുങ്ങളെ പോലെ ഒരുപാട് പൂമ്പാറ്റകൾ ഈ ഉദ്യാനത്തിൽ പാറി നടക്കുന്നുണ്ട്. ഇവർ ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ ചെടികളെ പരിപാലിക്കാനും ഒക്കെ. പിന്നെ അതേപോലെ രക്ഷിതാക്കൾ വളരെ സഹകരണമുള്ളൊരു PTA-യും രക്ഷിതാക്കളുമാണ് ഞങ്ങൾക്കുള്ളത്. മക്കളാണെങ്കിലും അക്കാദമിക നിലവാരത്തിൽ ഒരുപാട് മുന്നിലാണ് ഇവർ. എല്ലാ കുട്ടികൾക്കും ഇവിടെ എഴുത്തും വായനയും അറിയാമെന്നുള്ളത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതേപോലെ ഈ സ്കൂളിലെ സഹപ്രവർത്തകർ, ഞങ്ങൾ കുറച്ച് അധ്യാപകരേ ഉള്ളൂ ഈ സ്കൂളിലെങ്കിലും വളരെ സഹകരണത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വലിയ കുടുംബമാണ് ഞങ്ങളുടെ ഈ സ്കൂള്. ഞാൻ സനീഷ, ഗോത്രബന്ധു അധ്യാപികയാണ്. ഇപ്പോൾ 8 വർഷമായി ഇവിടെ തുടരുന്നു. ഇങ്ങനെ ഗോത്രബന്ധു അധ്യാപികയായിട്ട് വയനാട് ജില്ലയിൽ 241 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ST മേഖലയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ ഒരു പദ്ധതിയിൽ ഇവിടെ നിയമിച്ചത്. ഈ വയനാട് ജില്ലയിൽ ST കുട്ടികൾ കൂടുതലായത് കാരണം നമ്മുടെ സാധാരണ കുട്ടികളെക്കാളും കുറച്ച് കൈത്താങ്ങ് വേണ്ട കുട്ടികളാണ് അവർ. അവർക്ക് എന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ഭാഷ അത് മലയാളവുമായിട്ട് പെട്ടെന്ന് അവർക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അവരുടെ ഭാഷ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഗോത്രഭാഷയിൽ നിന്ന് അവർ 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് മലയാളം എന്ന് പറയുന്നത് 2ാമത്തെ ഭാഷയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് ചില വാക്കുകളൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. പിന്നെ വീട് അതിനെ പിരാന്നൊക്കെ അവർ പറയുക. അപ്പം അത്രയും വ്യത്യാസമുണ്ട് മലയാളവും ഗോത്രഭാഷയും തമ്മിൽ. സ്കൂളിലേക്ക് വരാനും ചെറിയ മടികൾ. 2-3 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ 3ാമത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ ചെറിയ മടിയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്കും ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം അങ്ങനെയൊരു ചിന്ത രക്ഷിതാക്കളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമ്മളെ നിയമിച്ച ആ ഒരു വർഷമൊക്കെ നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും പിന്നെ രക്ഷിതാക്കളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇത് എട്ടാമത്തെ വർഷമാണ്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേനും കുട്ടികൾ നമുക്ക് ആ മുൻ വർഷങ്ങളിൽ എഫേർട്ട് എടുത്ത് അത്രയും നമുക്കിപ്പോൾ എടുക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ വരാത്തെന്ന് രക്ഷിതാക്കൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ എന്താ വരാത്തെന്ന് അങ്ങോട്ട് പോയി പിന്നെ പാടത്തുനിന്നും വയലിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നൊരവസ്ഥയായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ
കുറേ അങ്ങ് മാറി അവരും സ്കൂളുമായിട്ടുള്ള ബന്ധം നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ അധ്യാപകരാവട്ടെ നല്ല സപ്പോർട്ടാണ് നമുക്ക്. ഇങ്ങനെ കുട്ടികളുടെ പഠനകാര്യത്തിനായാലും കോളനി വിസിറ്റിങ്ങിനൊക്കെ ആയാലും അധ്യാപകർ നല്ല സപ്പോർട്ടാണ്, നമ്മളെ കൂടെ വരും. പിന്നെ നമ്മുടെ HM ടീച്ചർ ഗ്രേസി ടീച്ചർ കഴിഞ്ഞ വർഷം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വൃദ്ധരായ അവർക്കും പിന്നെ കുറച്ച് ചെറിയ കുട്ടികൾക്കും ഓണക്കോടി വിതരണം നടത്തി. പിന്നെ ഈ വർഷം അതെല്ലാ സ്കൂളിലെ തന്നെ എല്ലാ കുട്ടികൾക്കുമായിട്ട് ഓണക്കോടി കൊടുത്തു. അതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ അധ്യാപകർ തന്നെ ഇവർക്ക് ഡ്രസ്സ് ഒരുപാട് കളക്ട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കളറിടുന്ന ദിവസങ്ങളിലൊക്കെ അവരെയും പിന്നെ മറ്റു കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും അധ്യാപകരും കുറേ സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം 1-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ട്, പക്ഷേ 2-ലും 3-ലൊക്കെ എത്തുമ്പോഴത്തേനും അവരെ പഠന നിലവാരം ഉയർത്താൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവർക്കായിട്ട് നമുക്ക് റെമഡിയൽ ടീച്ചിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നല്ല മെച്ചം കാണുന്നുണ്ട്. ഒരു 2-3-ാം ക്ലാസ് എത്തുമ്പോഴത്തേനും കുട്ടികൾ എഴുതാനും വായിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഗോത്രസാരഥി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അത് വിദ്യാവാഹിനിയായി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ രക്ഷിതാക്കൾ സ്വന്തം പണിയെടുത്ത് പൈസ കൊടുക്കുന്നവരും ഉണ്ട്, പക്ഷെ എന്നാലും അതിനും കഴിയാത്ത കുറേ രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് അവർ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരിക ചെയ്തത്. പിന്നെ മഴക്കാലം ആയപ്പോഴത്തേക്കും ഇത് ഒരുപാട് അവർ നടന്നു വരാനുള്ളൊരു ബുദ്ധിമുട്ട്, കുടയില്ല, അതൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് നന്നായി നേരിട്ടു. അതിനുശേഷം ബസ്സിന് പൈസ അധ്യാപകരും എല്ലാവരും കൂടെ വണ്ടിക്കൂലി കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് അവരെ കൊണ്ടുവരിക ചെയ്തു. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ സംബന്ധിച്ച്. എല്ലാ രക്ഷിതാക്കൾക്കും സ്കൂളിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും പണിയുള്ള സമയത്തേ അവർക്ക് പണിക്ക് പോകാൻ പറ്റുള്ളൂ. ആ പണിക്ക് പോയാലേ കുട്ടികളെ നല്ല രീതിയിൽ കുട്ടികളെ നന്നായി നോക്കാൻ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ പേര് റംസീന, ഞാൻ വാഗേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ഒരു ട്രാൻസ്ഫർ വേക്കൻസിയിൽ ഒരു താൽക്കാലിക അധ്യാപികയായിട്ട് ജസ്റ്റ് 2 മാസത്തേക്കാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ സാന്ദർഭികമായി എൻ്റെ ചാൻസ് നീണ്ടു ഞാൻ ഈ ഒരു വർഷത്തോളം, ഒരു പകുതി മാസത്തോളമായി ഇപ്പോൾ ഇവിടെ, 1 വർഷത്തിൻ്റെ പകുതിയോളമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്ക് മറ്റൊരു സ്കൂളിൽ ഞാനൊരു ഏകദേശം 9 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്കൂളിലുള്ളതിനേക്കാളും വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മളുടെ ഒരു ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ലൊരു അന്തരീക്ഷം, ശാന്തമായ ഒരിടം, ഏറ്റവും സഹകരണമുള്ള കുറേ ചേർത്ത് പിടിക്കുന്ന അധ്യാപകർ, വളരെ കൃത്യതയോടെ കാര്യങ്ങൾ നീക്കുന്ന നമ്മുടെ HM, ഇതെല്ലാം നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ ഒരു സർവീസിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. PSC ലിസ്റ്റിൽ റാങ്ക് നമ്പർ 73 LPSAയിൽ നിലവിലിപ്പോൾ എൻ്റെ റാങ്ക്. അപ്പോൾ ഏകദേശം ഒരു 10 നിയമനം കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു പെർമനൻ്റ് അധ്യാപികയാകാം എന്നുള്ളൊരു സ്വപ്നം കണ്ട് ഞാനിങ്ങനെ ഈ മക്കളുമായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. രക്ഷകർത്താക്കളാണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞു കൊടുത്താലും എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരത് വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ചെയ്തു തരുന്നു. നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ കഞ്ഞി വെക്കുന്ന നമ്മുടെ ചേച്ചിയാണെങ്കിലും, ഇവിടെ പ്രീ പ്രൈമറിയിലെ അധ്യാപകരാണെങ്കിലും, നമ്മുടെ പീട്രേട്ടനാണെങ്കിലും മറ്റ് അധ്യാപകരാണെങ്കിലും ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം 125ഓളം കുട്ടികൾ പഠിക്കുന്ന അമ്പുകുത്തി സ്കൂളിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അക്കാഡമിക് അല്ലാത്ത കാര്യത്തിനും ഒക്കെ എന്നും അമ്പുകുത്തി സ്കൂൾ മുന്നിൽ തന്നെയാണ്. സാധാരണക്കാരുടെ പിള്ളേർ ഏറ്റവും കൂടുതലുള്ള ഗോത്രമേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ധാരാളം പഠിക്കുന്ന ഒരു സ്കൂളാണ് അമ്പുകുത്തി LP സ്കൂള്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, പീട്രേട്ടനും അതുപോലത്തെ ഇവിടുത്തെ HMഉം ഇവിടുത്തെ PTA-യും ഇവിടുത്തെ മറ്റ് അധ്യാപകരും ഒക്കെ ഈ സ്കൂളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ള അധ്യാപകർ തന്നെയാണ് ഈ സ്കൂളിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പുകുത്തി സ്കൂളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതിന് മാത്രം വിശേഷങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അമ്പുകുത്തി GLP സ്കൂൾ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ,
ललितरङ्गा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय दादा जनगण मंगलदायक जय हे भारत